നല്ല ശിഷ്യനാക്കിയിടുന്ന കുരിശുകൾക്കും നാഥാ എന്റെ ദൈവപ്രവൃത്തിയില്, അതായത് നിന്റെ അനുദിന ജീവിതം ദൈവം ക്രമീകരിക്കും. തീർച്ചയായിട്ടും നിന്റെ അനുദിന ജീവിതം നീ വിചാരിക്കുന്നേക്കാളും മനോഹരമായി ക്രമീകരിക്കും. പക്ഷെ നിനക്ക് ദൈവസ്നേഹം വളരാനുള്ള സാധ്യതയുണ്ടെങ്കിൽ, അത് നിനക്ക് നൽകാനുള്ള സൗകര്യവും സമയവും ഇതാണെങ്കിൽ ദൈവം ഇപ്പോഴേ വെട്ടത്തോളം നിന്നെ. നീ വിചാരിക്കരുത് വയസ്സായി കഴിയുമ്പോൾ ദൈവത്തെങ്കിലേക്ക് വരാമെന്ന്. ദൈവത്തിന് വേണ്ട, മനസ്സിലായില്ലേ? നീ വിചാരിക്കണം പലർക്കും സംഭവം. അതുകൊണ്ടാണ് യുവാവേ, ടേക്ക് ദ ബെഡ് ഓഫ് ഗോഡ്. യുവാവേ, നീ നിൻ്റെ യൗവനത്തിൽ തന്നെ നിൻ്റെ ദൈവത്തെ അറിയുക എന്ന് വെച്ച് കഴിഞ്ഞാൽ വന്ന് വെട്ടിമടിക്കാനാണ് ഈ പറയണത്. മനസ്സിലായില്ലേ? യുവാവേ, അതായത് നീ നിൻ്റെ മക്കളെ ചില പറയത്തില്ലേ, ചില ഈശോയോട് ഓരോരുത്തരും ഈശോ വിളിക്കുക പറയും, ഞാൻ പെണ്ണ് കെട്ടി, എനിക്ക് ഭാര്യയെ നോക്കാൻ പോകണം, ഭർത്താവിനെ നോക്കാൻ പോകണം, ഞാൻ ഏറെ കാളകളെ വാങ്ങിച്ചു, എനിക്ക് ഉഴുത് നോക്കാൻ പോകണം എന്നൊക്കെ പറയത്തില്ലേ. നീ പോയി പെണ്ണ് നോക്കണമെന്ന് പറയും. നിന്നെ ആരും വിളിച്ചത് ചോദിക്കും. അങ്ങനെ സ്വന്തം എന്താ പോർട്ട്ഫോളിയോ ഉള്ള ആൾക്കാരെ ദൈവത്തിന് ആവശ്യമില്ല. നിങ്ങൾ ആ സ്വന്തം പോർട്ട്ഫോളിയോ ആവശ്യമുള്ള ആൾക്കാരില്ലേ, അവരെ നിങ്ങൾ വരുമ്പോൾ തന്നെ അറിയാം. ചിലപ്പോൾ നക്കാപ്പിച്ച വല്ല അനുഗ്രഹങ്ങളൊക്കെ തന്ന് വിട്ടേച്ച് ചാപ്റ്റർ ക്ലോസ് ചെയ്ത് കളയും. ഈ സാധനത്തെ കൊണ്ടുപോയിട്ട് കാര്യമില്ലെന്ന് ഇതിനറിയാം. അതാണ് എൻ്റെ വിഷയം. അതാണ് അത് നമ്മൾ ദൈവത്തോട് അടുക്കുമ്പോൾ വളരെ ശ്രദ്ധിച്ച്. കാര്യം നിത്യതയാണ്. ഈ ക്രിസ്തു ക്രൂശിക്കപ്പെട്ട സാഹചര്യം എന്താണ്? കർത്താവ് എന്താ പറഞ്ഞത്? എന്നോട് കൂടെ സഹിക്കുന്നവർ എന്നോട് കൂടെ നേടും. എന്താ പറയുക? നിത്യതയെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിത്യതയ്ക്ക് വേണ്ടി നിന്നെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഇൻസ്റ്റാൾമെൻ്റ് അടക്കാൻ പറയും. ഇടയ്ക്കിടയ്ക്ക് ഇൻസ്റ്റാൾമെൻ്റ് അടച്ചോണ്ടിരിക്കണം. ഞാനിങ്ങനെ അടച്ചടച്ച് തളർന്നിരിക്കും. പല കാര്യമുണ്ട് എനിക്ക് കിട്ടിയ അസുഖം വരെ. പല കാര്യമുണ്ട്. അധികം മുഴുവനും തിണർത്ത് ആപ്പെടുന്ന അസുഖം കൊണ്ടായിരിക്കും ഈ ക്രിസ്മസിന് ദിവസം സംഭവിച്ചതാണ്. മുഴുവനും ഒരു കാര്യമില്ല. മുഴുവനും ചൊറിഞ്ഞ് പൊട്ടിപ്പഴുത്ത് ആപ്പടകളായി. അപ്പോൾ എന്ത് സംഭവം? അതായത് നമ്മൾ ക്രിസ്മസിനേക്കാൾ വലുതാണ് നമുക്ക് ദൈവം. അതാണ് വിഷയം. അത് വെരി അതാണ് പ്രശ്നം. നമ്മൾ ക്രിസ്മസിന് വേണ്ടിയാണ്. നമുക്ക് പണിയുണ്ടാക്കല്ലേ കർത്താവേ, ഞങ്ങളുടെ വീട്ടിൽ സമാധാനം ഉണ്ടാകണേ, അപ്പം വെള്ളം അടിക്കല്ലേ, അമ്മ പ്രശ്നം ഉണ്ടാക്കല്ലേ. നമ്മൾ ദൈവത്തെ ഉപയോഗിക്കുന്നത് നമ്മുടെ സമാധാനത്തിന് വേണ്ടിയാണ്. ദൈവം നമ്മൾ ഉപയോഗിക്കുന്നത് നമുക്ക് നിത്യതയ്ക്ക് വേണ്ടിയാണ്. കൈയടിച്ച് കർത്താവ് ഹല്ലേലൂയ. ഞങ്ങളെ കൂടുതൽ വെട്ടിയൊരുക്കുന്നതിന് നന്ദി പറയുന്നു. ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും. അപ്പോഴേ രാജീവ് ശിവാനന്ദൻ്റെ കുഞ്ഞിന് ഈ അസുഖം വന്നപ്പോൾ അവ ഉടമ്പടി എടുത്തത്. ഉടമ്പടി എടുക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങളൊന്ന്, കൊച്ചു സംസാരിക്കാത്തത് കൊണ്ട് മാത്രമില്ല, കുഞ്ഞിൻ്റെ കാലിൽ ഒരു മുഴ വന്നു. അതാണ് പ്രശ്നം. അപ്പോൾ അത് എങ്ങോട്ടായി മുഴ പോകണമെന്ന് അറിയാൻ പാടില്ല. അത് വിഷമിച്ച് വന്നിട്ട് പുള്ളിക്കാരൻ ഉടമ്പടി എടുത്തു. ഉടമ്പടിത്തെല്ലാം വീട്ടിൽ കൊണ്ടുപോയിച്ചും പുള്ളിക്കാരൻ ഇവിടെ വരുമ്പോൾ അതായത് ദൈവത്തിൻ്റെ അദ്ദേഹം പറയുന്നുണ്ടത്, ഇത് ഞാൻ ഇവിടെ വന്നു എന്ന് ഞാൻ പറയണില്ല, ദൈവം എന്നെ കൊണ്ടുവന്നു. കാര്യം ഇന്നൊരു മനുഷ്യന് വരാൻ പറ്റുന്ന ഏറ്റവും വലിയ ഇടമാണിതെന്ന് എനിക്ക് മനസ്സിലായി. ഒരു മനുഷ്യന് ദൈവത്തെ കണ്ടുമുട്ടാൻ പറ്റിയ, അദ്ദേഹത്തിൻ്റെ സാക്ഷ്യം കേൾക്കുമ്പോൾ നല്ല രസമാണ്. അത് ഒരു മനുഷ്യന് ദൈവത്തെ അറിയുന്ന മനുഷ്യന്, അന്വേഷിക്കുന്ന മനുഷ്യന് വരാൻ പറ്റിയ ഏറ്റവും ടോപ്പ് ടൈമാണ്, ടോപ്പ് പ്ലേസാണ്. അതായത് അദ്ദേഹത്തെ ഒന്ന് ഫീൽ ചെയ്ത്, അതായത് എന്നിട്ട് ഈ മനുഷ്യൻ കൊണ്ടുപോയി ഈ ഉടമ്പടി തൈലം കൊണ്ടുപോയി അപ്പൻ്റെയും കുഞ്ഞിൻ്റെയും, അപ്പനെയും മുഴയാണ് അതിങ്ങനെ വീർത്തി വരിക കാലിൽ. കപ്പലെന്ന് കിട്ടിയതാണ്. കപ്പലെ പാമ്പൊന്നുമില്ല. പിന്നെ ഇത് എവിടുന്ന് ആര് എന്നെ കടിച്ചെന്ന് അറിയാൻ പാടില്ല എന്ന് ഭാര്യ പറഞ്ഞു. നിങ്ങൾ അതും പറഞ്ഞുകൊണ്ടിരിക്കല്ലേ,
ഇതുകൊണ്ട് കാണിക്കാനുള്ള പാട്ടി കാണിക്കാൻ പറഞ്ഞു. അദ്ദേഹം കൊണ്ടുവന്ന് ഇവിടെ കാണിച്ച് എന്നിട്ട് കൊണ്ട് ഉടമ്പടി തൈലം കൊണ്ടുപോയി അങ്ങേരുടെ ആ മുഴുവനും പെരട്ടി. കുഞ്ഞിന് വേറെ എന്തോ അസുഖമാണ്, കുഞ്ഞിനെ മുഴുവൻ പെരട്ടി. രാവിലെ എഴുതി നോക്കിയപ്പോൾ അങ്ങ് രണ്ടുപേരുടെ മൊഴി അപ്രത്യക്ഷമായി. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഞാൻ എൻ്റെ കുഞ്ഞിൻ്റെ തൊണ്ടിലൊക്കെ സംസാരിച്ചു. ഇപ്പം കുഞ്ഞ് എന്തൊക്കെ തിങ്ങി വരുന്നുണ്ട്. ഇന്നലെങ്കിൽ നാളെ കുഞ്ഞ് സംസാരിക്കുമെന്ന്, അമ്മ സംസാരിപ്പിക്കുമെന്ന് എനിക്കറിയാം. പക്ഷെ അദ്ദേഹം പറയുന്നതിൻ്റെ അത് മുഴുവനും ഇങ്ങനെ ഒരു ദൈവ അനുഗ്രഹത്തിൻ്റെ ലെവലിനേക്കാൾ ഉപരി ദൈവത്തെ അനുഭവിക്കാൻ, കണ്ടുമുട്ടാൻ കഴിഞ്ഞതിൽ, അഭിമുഖീകരിക്കാൻ കഴിഞ്ഞതിൽ, ഒരു കൃത്യമായ ഒരു സ്ഥലത്ത് വന്ന് ദൈവത്തെ അഭിമുഖീകരിക്കാൻ അദ്ദേഹത്തിനൊരു സമയം കുറിച്ച് കിട്ടിയതിൽ ആ ജീവിതം കൊണ്ട് അദ്ദേഹം സന്തോഷിക്കുന്ന നമുക്ക് ആ സാക്ഷ്യത്തിൽ നിന്ന് അതിൻ്റെ ഒരു ഇലമർമ്മരം നമുക്ക് കേൾക്കാൻ പറ്റും. അദ്ദേഹം അങ്ങനെ സന്തോഷിച്ച് അത് പറയണത് മുഴുവനും, അദ്ദേഹത്തിൻ്റെ ടോക്ക് മുഴുവനും വളരെ ഹൃദ്യമായ അഭിഷേക സന്തോഷത്തിലാണത് പറയണമെന്നില്ല. കാര്യം ദൈവത്തെ കണ്ടുമുട്ടാൻ കഴിയും. അപ്പോഴെന്താണ് ഈ കൂടുതൽ ഫലം പുറപ്പെടുവിച്ച്, ഈ മനുഷ്യൻ ആരും പഠിപ്പിക്കാതെ തന്നെ ദൈവം നേരിട്ട് പഠിപ്പിച്ച ആളാണ്. പക്ഷേ ദൈവത്തിന് മുതലാകാഞ്ഞത് കൊണ്ടാണ് ഉടമ്പടി എടുപ്പിച്ചിരിക്കുന്നത്. ഉടമ്പടി എടുപ്പിച്ചപ്പോൾ തന്നെ അടയാളം കാണിച്ച്, ഉടമ്പടി എടുപ്പിച്ചതിനെ അടയാളം കാണിച്ചിട്ട് പിന്നെ രസമുണ്ട്. ഈ മനുഷ്യൻ്റെ മകൻ അതായത് വസ്കുലർ എന്നാ പരിപാടി, കാർഡിയോ വസ്കുലർ സർജറി പഠിക്കുകയാണ്. ജിഗ്മറിൻ്റെ മെഡിക്കൽ കോളേജ് പഠിക്കുക. ഇന്ത്യയിലെ 2ാമത്തെ മെഡിക്കൽ കോളേജാണ്. ഓൾ ഇന്ത്യ മെഡിക്കൽ കോളേജ് കഴിഞ്ഞാൽ പിന്നെ ജിഗ്മറാണ്, ജവഹർലാൽ നെഹ്റുവിൻ്റെ പേരിലുള്ള സ്ഥാപനം. അപ്പോൾ അവിടെ കാർഡിയോ വസ്കുലർ സർജറിയൊക്കെ പഠിക്കുകയാണ്. ഈ ഉടമ്പടി എടുത്തതിന് ശേഷം ഈ 2 അടയാളം കണ്ടപ്പോൾ ഇയാൾ ഭാര്യയോട് പറയുന്നുണ്ട്, നമ്മുടെ വീട്ടിൽ എന്തോ സംഭവിച്ചുകൊണ്ടിരിക്കണം കേട്ടോ, നമ്മുടെ വീട്ടിൽ എന്തോ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. എന്താണ് നമുക്ക് ഫീൽ ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രസൻസ് എന്നാണ് എൻ്റെ അർത്ഥം. പ്രസൻസ് നമ്മൾ മറ്റ് വ്യക്തികളിൽ നിന്ന് വ്യത്യസ്തമായിക്കൊണ്ടിരിക്കും. അതാണ് ഉടമ്പടിയുടെ പ്രശ്നം. ഉടമ്പടി ചങ്കെക്കൊണ്ട് കൃത്യമായിട്ട് എടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ മറ്റ് വ്യക്തികളും തമ്മിൽ ഇപ്പോഴും വ്യത്യാസമൊന്നുമില്ലെങ്കിൽ നിങ്ങൾ ഉടമ്പടിയിലല്ല. എന്തൊക്കെ ഇവിടെ കൊണ്ട് എഴുതിയിട്ടുണ്ടെന്ന കാര്യം സത്യമാണ്, അത് ഞാനും അംഗീകരിക്കുന്നുണ്ട്. കാര്യം പേപ്പർ കയ്യിലുണ്ടല്ലോ. പക്ഷെ ദൈവത്തിൻ്റെ മുമ്പിൽ അത് രജിസ്റ്റർ ആയിട്ടില്ല. ഉടമ്പടി രജിസ്റ്റർ ആയാൽ നമുക്കറിയാൻ പറ്റും, സാന്നിധ്യം ഫീൽ ചെയ്യും. വീട്ടിലെ ഉടമ്പടി രജിസ്റ്റർ ആയി കഴിഞ്ഞാൽ ഉടനെ സാന്നിധ്യം ഫീൽ ചെയ്യും. അപ്പോൾ ഈ രാജീവ് സദാനന്ദം പറയുന്നുണ്ട്, അതായത് നമ്മുടെ വീട്ടിൽ എന്തോ സംഭവിക്കുന്നുണ്ട്. എന്താ സംഭവിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അയാൾക്കൊരു സുഗന്ധാഭിഷേകം തോന്നിയപ്പോൾ അയാൾ വൈഫിനോട് ചോദിച്ചു, നിനക്ക് എന്തെങ്കിലും സ്മെല്ല് ഫീൽ ചെയ്യുന്നുണ്ടോ? അവൻ എനിക്കൊന്നും ഫീൽ ചെയ്യുന്നില്ല. അപ്പം മകൻ പറഞ്ഞ്, അപ്പ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്, എന്തോ ഒരു വല്ലാത്ത സുഗന്ധം, നമുക്ക് കേൾക്കാത്തൊരു സുഗന്ധം. അപ്പം അയാൾ പറഞ്ഞ്, അമ്മ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞ്. പ്രസൻസാണ്, പ്രസൻസ്. ഈ പ്രസൻസ് ഫീൽ ചെയ്യുമ്പോൾ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാമല്ലോ, പ്രസൻസ് വന്നു കഴിഞ്ഞാൽ പിന്നെന്താ പറയണത്, പിന്നെ വി വിൽ ബി എ ഡിഫറെൻറ്റ് പീപ്പിൾ, മറ്റ് വ്യക്തികളിൽ നിന്ന് വ്യത്യസ്തമാകും. അതാണ് നമ്മൾ ഈ പുറപ്പാട് വായിച്ചത്. ഒന്ന് വായിച്ചേ, പുറപ്പാട് 33:16. അങ്ങ് പോരുന്നില്ലെങ്കിൽ അങ്ങ് എന്നിലും അങ്ങയുടെ ജനത്തിലും സംപ്രീതനാണെന്ന് എങ്ങനെ വെളിപ്പെടും? അങ്ങ് പോരുന്നില്ലെങ്കിൽ അങ്ങയുടെ ജനത്തിൽ സംപ്രീതനാണെന്ന് എങ്ങനെ വെളിപ്പെടും? അങ്ങ് ഞങ്ങളോടൊത്ത് യാത്ര ചെയ്യുമെങ്കിൽ, പറഞ്ഞ അങ്ങ് ഞങ്ങളോടൊത്ത് യാത്ര ചെയ്യുമെങ്കിൽ, ഞാനും അങ്ങയുടെ ജനവും ഭൂമുഖത്തുള്ള എല്ലാ ജനതകളിൽ നിന്ന് വ്യത്യസ്തരായിരിക്കും. അതാണ് പ്രശ്നം. ഈ നമ്മൾ വ്യത്യസ്തമാക്കണ എന്താണ്? പ്രസൻസാണ്. നിങ്ങൾ ഉടമ്പടി എടുക്കുമ്പോൾ IELTS പറഞ്ഞുകൊണ്ട് കാറിക്കു നടക്കരുത്. പ്രസൻസ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കണം. മനസ്സിലായില്ലേ? അല്ല, നമ്മളേക്ക് വരുന്ന പക്ഷം നമ്മൾ ആ വിഷയത്തിലാണല്ലോ വരേണ്ടത്. മളക്കെട്ടിക്കണേ എടുത്തി ഒന്ന് ഉടമ്പടി എടുത്താൽ മളക്കെട്ടിക്കണേ. പിന്നെ അടുത്ത പ്രാവശ്യം ഉടമ്പടി എടുക്കും, മാളെ പ്രസവിക്കണേ. തീർന്ന്. ഈ ചേടത്തിന് വിൽക്കാനും കാലപ്പഴി നടത്തിട്ട് അടിക്കാൻ സാധ്യതയുണ്ട് ദൈവം. കാര്യം എന്താണ്? ഇവർ വയറ്റിപ്പഴപ്പ് ക്രിസ്ത്യാനിയാണ്.
ഇവർ ആ വയറ്റിയപ്പഴവിന് വേണ്ടി ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് ദൈവത്തെ വേണ്ട, മകളെ കെട്ടിച്ചാൽ മതി, മകളെ പ്രസവിച്ചാൽ മതി, നാളെ ഇല്ലേക്ക് അതിന് കെട്ടിയെടുത്ത് ഉടമ്പെടുക്കേണ്ട കാര്യമില്ല. എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഉടമ്പെടുക്കുമ്പോൾ ആദ്യം ഇവിടെ ദൈവത്തെ അറിയുന്നത് പറഞ്ഞാൽ പ്രസൻസ്. ഐ നീഡ് യുവർ പ്രസൻസ്. ഐ വാണ്ട് യു ഡിഫറെൻറ്റ്. ഐ വാണ്ട് ബി എ ഡിഫറെൻറ്റ് ഫാമിലി. ഐ ഡോണ്ട് ബി എ ഡിഫറെൻറ്റ് പേഴ്സൺ. എന്താണ്? ഐ നീഡ് യുവർ പ്രസൻസ്. എനിക്ക് നിൻ്റെ സാന്നിധ്യം വേണം, എനിക്ക് വ്യത്യസ്തമായിരിക്കണം. എല്ലാവരുടെയും ആഗ്രഹം അതാണല്ലോ. എല്ലാവരുടെയും ആഗ്രഹം എന്താണ്? എല്ലാവരും വ്യത്യസ്തമായിരിക്കാനല്ലേ. ഞാനൊരു വീഡിയോ കണ്ടപ്പോൾ യൂട്യൂബിലൊരു ഫോട്ടോ ഉണ്ട്. ഒരു ഓന്ത മുതൽ എന്തോ സംഭവമാണെന്ന് അറിയാൻ പാടില്ല. മുടി വെട്ടിയിട്ട് ഒരുത്തൻ്റെ തലയിൽ ഒരു ഓന്ത കയറി അരണ കയറി ഇരിക്കുകയാണ്. അരണ മുകളിലിരിക്കണ പോലെ മുടി വെട്ടി വെച്ചിരിക്കുകയാണ്. എന്തിനാ കാര്യം? കണ്ട പെണ്ണുങ്ങളുടെ മുമ്പിൽ വ്യത്യസ്തമാകാൻ നോക്കുകയാണ്. കണ്ട പെണ്ണുങ്ങളുടെ മുമ്പിൽ ചില ആൾക്കാർ ഷഡ് കാണിച്ചുകൊണ്ട് വ്യത്യസ്തരാകും. പെണ്ണുങ്ങളെ മോശമില്ല കേട്ടോ, അവിടെ ഇവിടെയൊക്കെ വെട്ടിക്കീറിയിട്ടിട്ട് വിൻ്റെയൊക്കെ വെച്ച് വ്യത്യസ്തരാകും, മറ്റുള്ളവരുടെ മുമ്പിൽ വ്യത്യസ്തരാകും. ഇങ്ങനെ വ്യത്യസ്തരായി കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ ചുണങ്ങൊക്കെ വരും, ചൊറിയൊക്കെ വരും. ശരീരത്തിൻ്റെ അവസ്ഥ കണ്ടില്ലേ? ജോസഫാണെങ്കിൽ പോലും എന്തേ പൊങ്ങലുണ്ട്. ഇത്രയേ ഉള്ളൂ കാര്യം, ശരീരം ഇത്രയേ ഉള്ളൂ. ഇതിനത്തൊക്കെ അധികം ഈ ശരീരം വെച്ച് അധികം അഭ്യാസം കാണിക്കരുത്, ദൈവത്തെ മറന്ന് ജീവിക്കരുത്. നിങ്ങൾക്ക് വ്യത്യസ്തരാകണമെങ്കിൽ ഒറ്റ മാർഗ്ഗമേ ഉള്ളൂ. എന്താണത്? അങ്ങ് ഞങ്ങളുടെ കൂടെ വരുമെന്നല്ലേ പറഞ്ഞേ? അങ്ങ് ഞങ്ങളുടെ കൂടെ വരുമെങ്കിൽ ഭൂമുഖത്തുള്ള എല്ലാ മനുഷ്യരെക്കാളും, നിന്റെ കോളേജിലുള്ള ആൾക്കാരെക്കാളല്ല, അല്ലെങ്കിൽ നിന്റെ കമ്പനിയിലുള്ള ആൾക്കാരെക്കാളല്ല. അവിടെ മുമ്പിൽ ആൾ കളിക്കാനാണല്ലോ നീ അഭ്യാസം കാണിക്കണത്. ദൈവത്തിന് ഒരു വലിയ ബ്രോഡർ പെർസ്പെക്റ്റീവാണ് ഉള്ളത്. അങ്ങ് ഞങ്ങളിവിടെ വരികയാണെങ്കിൽ പറഞ്ഞേ, ഭൂമുഖത്തുള്ള എല്ലാ മനുഷ്യരെക്കാൾ ഞങ്ങൾ വ്യത്യസ്തരായിരിക്കും. എല്ലാവരുടെയും കൂടെ അവിടുത്തെ സാന്നിധ്യം ഉണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയെ ഞങ്ങൾ നിൻ കൃപ മതിയെനിക്ക്, നാഥാ നീ മതിയെനിക്ക്, നിൻ കൃപ മതിയെനിക്ക്. ഈ മരുയാത്രയതിൽ തിരുകൃപ മതിയെനിക്ക്. എന്താ അങ്ങ് ഏറ്റു പറഞ്ഞ അങ്ങ് ഞങ്ങളുടെ കൂടെ വരികയാണെങ്കിൽ ഭൂമുഖത്തുള്ള എല്ലാ മനുഷ്യരെക്കാൾ ഞങ്ങൾ വ്യത്യസ്തരായിരിക്കും. നമ്മളെ വ്യത്യസ്തരാക്കണ എന്താണ്? ദൈവത്തിൻ്റെ സാന്നിധ്യമാണ്. രാജീവ് ശിവാനന്ദന് എന്താ സംഭവിച്ചിരിക്കുന്നത്? അവൻ വ്യത്യസ്തനാകാൻ പോകുകയാണ്. ഭൂമുഖത്തുള്ള എല്ലാവരേക്കാൾ വ്യത്യസ്തനാകാൻ പോകുകയാണ്. എന്താ സംഭവം എന്നറിയാവോ? ദൈവത്തിൻ്റെ സാന്നിധ്യം അവൻ്റെ കൂടെയുണ്ട്. അതിൻ്റെ എന്താണ്? ദൈവത്തിൻ്റെ സാന്നിധ്യം എന്ന് പറയുമ്പോൾ എന്താ പറഞ്ഞത്? പിന്നെ വർക്ക് ചെയ്യണത് എന്താണ്? മെരിറ്റല്ല വർക്ക് ചെയ്യണത്. നോട്ട് ബൈ മെരിറ്റ് ബട്ട് ബൈ ഗ്രേസ്. എന്നുവെച്ചാൽ ബട്ട് ബൈ പ്രസൻസ് എന്ന് നടത്താം. നോട്ട് ബൈ മെരിറ്റ് എന്ന് വെച്ചാൽ നിൻ്റെ യോഗ്യതയാലല്ല, ബട്ട് ബൈ ഗ്രേസ്, കൃപയാലാണെങ്കിൽ അത് കർത്താവിൻ്റെ സാന്നിധ്യത്തിലാണ്. കൈയടിച്ച് ശ്രദ്ധിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് സംഖ്യ 14:24 ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ 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 യേശുവേ യേശുവേ സ്തുതി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. സംഖ്യ 14:24.
എന്നെ നിന്ദിച്ചവരാരും പറഞ്ഞ് എന്നെ നിന്ദിച്ചവരാരും എന്നെ നിന്ദിച്ചവരാരും അത് കാണുകയില്ല. അത് കാണുകയില്ല. എന്നാൽ എന്റെ ദാസനായ കാലെബിനെ അവൻ ഒറ്റുനോക്കിയ ദേശത്തേക്ക് ഞാൻ കൊണ്ടുപോകും. അവന്റെ സന്തതികൾ അത് കൈവശമാക്കും. എന്തെന്നാൽ അവനെ നയിച്ച ചൈതന്യം വ്യത്യസ്തമാണ്. അവൻ എൻ്റെ പൊന്നുമക്കളെ, ഇതാണ് ഉടമ്പടി ഇന്ന് വരെ വെളിപ്പെടുത്താത്ത ഏറ്റവും ടോപ്പ് റെവലേഷൻ. എത്രയാണിത്? സംഖ്യ 14:24. മനസ്സിൽ കുറിച്ചുണ്ട്. സംഖ്യ 14:24. ഒന്ന് ഏറ്റു പറഞ്ഞ ആ വചനം. എന്തെന്നാൽ അവനെ നയിച്ച ചൈതന്യം വ്യത്യസ്തമാണ്. വീണ്ടും പറയാനുണ്ട്, വ്യത്യസ്തമാണെന്ന് പറയുന്നുണ്ടല്ലോ. എന്തുകൊണ്ടാണ്? കലേബിനെ നയിച്ച ചൈതന്യം പണ്ട് മോശയോട് പറഞ്ഞില്ലേ? മോശയോട് എന്താ പറഞ്ഞത്? അങ്ങ് ഞങ്ങളുടെ കൂടെ പോരുന്നെങ്കിലേ ഞങ്ങൾ ഭൂമുഖത്തുള്ള എല്ലാ ജനതയെക്കാളും ഞങ്ങൾ വ്യത്യസ്തരായിരിക്കും. അപ്പോൾ പ്രസൻസാണ്. ഈ പ്രസൻസ് ആരുടെ കൂടെ ഉണ്ട്? കലേബിൻ്റെ കൂടെ ഉണ്ട്. കാലേബ് ആരാണ്? കാനാൻ ദേശം ഒറ്റുനോക്കാൻ പോയ മോസസ് അയച്ച 2 പേരുടെ കൂട്ടത്തിൽ ജോഷുവയുടെ കൂട്ടത്തിലുള്ള ഒരാളാണ് കാലേബ്. കാലേബിൻ്റെ കൂടെ വേറെ 3 പേരുണ്ട്. അവന്മാർ ഇതുപോലെ ഒറ്റുനോക്കാൻ പോയതാ. ഇവർ കീഴടക്കാൻ പോകുന്ന സ്ഥലങ്ങൾ നേരത്തെ പോയി അവിടെ എത്ര പട്ടാളമുണ്ട്, ആ ദേശം കെട്ടി ഭദ്രമാണോ, അവർക്ക് കാലാളപ്പട എന്തുമാത്രം ഉണ്ട്, കുതിരപ്പട എന്തുമാത്രം ഉണ്ട്, ഇതെങ്ങനെ ഒറ്റുനോക്കിയ ഉദ്ദേശം ഇതാണ്. അവിടെ വയലെങ്ങനെ ഉണ്ട്, അവിടെ മുന്തിരിത്തോട്ടങ്ങൾ എങ്ങനെ ഉണ്ട്, ഒലിത്തോട്ടങ്ങൾ എങ്ങനെ ഉണ്ട്, ഇതൊക്കെ വന്നിവിടെ ഈ സ്റ്റാറ്റിസ്റ്റിക്സ് പറയണം. അതിനാണ് ഒറ്റുനോക്കാൻ പോണത്. അവിടെ ചെന്നപ്പോൾ തന്നെ ആദ്യത്തെ 3 പേര് അവിടെ ചെന്നപ്പോൾ തന്നെ പണിയായി. കാര്യം ഹെബ്രോണിൽ പണ്ട് താമസിച്ചിരുന്ന അനാർക്കിൻ്റെ മല്ലന്മാർ, ഭൂമിയിലെ മല്ലന്മാരുണ്ട്. 8 അടിയൊക്കെ ഉള്ള ഗോലിയാത്ത് ടൈപ്പ് പാർട്ടിയുണ്ട് ഫിലിസ്തീൻസിൻ്റെ. അതുപോലെ അണ്ണന്മാരവിടെ കണ്ട് അപ്പം തന്നെ ഇവന്മാരുടെ മുട്ടും കൈയും കാലും ഒക്കെ വിറക്കാൻ തുടങ്ങി. ഈ വലിയ ആൾക്കാരുടെ മസിൽ കണ്ടപ്പോൾ പേടിച്ചു 3 പേര് ആദ്യമേ തന്നെ 4 കാലേവിന് ഓടി നാട്ടിലെത്തിയിട്ട് പറഞ്ഞ് നമുക്കെ കൊണ്ട് പറ്റത്തില്ല, അവന്മാർ എലി അപ്പം തിന്നണ പോലും നമ്മളെ തിന്നു കളയെന്ന് പറയും. മോസസ് മിണ്ടിയില്ല. വേറെ 2 പേരെ വിട്ടിട്ടുണ്ടല്ലോ. അരിവ് ഡിഫറെൻ്റ് ആയിട്ടുള്ളവർ 2 പേരെ വിട്ടിട്ടുണ്ട്. എല്ലാവരും ഉടമ്പെടുത്തിട്ട് കാര്യമില്ല. അരിവ് ഡിഫറെൻ്റ് ആകണം. അരിവ് ഡിഫറെൻ്റ് ആയ വേറെ 2 പേരെ വിട്ടിട്ടുണ്ട്. കാലേബിനെ വിട്ടിട്ടുണ്ട്. കാലേബ് വരട്ടെന്ന് പറയും. കാലേബും ജോഷുവും കൂടെ വന്നിട്ട് കാലേബ് പറയും അവന്മാർ മല്ലന്മാരാണ്, പക്ഷേ നമ്മുടെ കർത്താവ് അവരെ നമുക്ക് ഏൽപ്പിച്ചു തരും. കൈയിടിച്ച് അത്ഭുതമായി ഒരുമിച്ച് പാടുക. ദൈവ പൈതലെ, നിയോഗങ്ങളോട് കാലേബിന്റെ സമീപനമാണ് നല്ലത്. ഇവിടെ നിയോഗം എന്താ? കാനാൻ ദേശം ഒറ്റുനോക്കുക, അത് അസസ്മെന്റ് ചെയ്യുക, എന്നിട്ട് റിപ്പോർട്ട് ചെയ്യുക. റിപ്പോർട്ട് ചെയ്ത ആദ്യത്തെ ആൾക്കാരെന്താ പറയണത്? നടക്കാത്ത കാര്യമാണ്, അവന്മാർ നമ്മളെക്കാൾ മല്ലന്മാരാണ്. അവിടുന്ന് പടച്ച മുന്തിരി ഞങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്, 80 കിലോ ഉണ്ടെന്ന്. ഒറ്റ മുന്തിരി തൻ്റെ തൂക്കിക്കൊണ്ട് വന്നിരിക്കുകയാണ് 80 കിലോ. അപ്പോൾ ഇതുപോലെ തന്നെയാണ് അവിടുത്തെ മനുഷ്യരുടെ അവസ്ഥ. അത്രയും വല്ലന്മാരാണ്. അത് നമ്മുടെ കൊക്കിൽ ഒതുങ്ങാത്തതാണ്. നിയോഗം, അതാണ് നിയോഗം എന്ന് പറയുന്നത് ഉടമ്പടിയിലാണ്. ഇവിടെ നിയോഗം എന്താണ്? കാനാൻ ദേശം കീഴടക്കുക എന്നുള്ളതാണ് നിയോഗം. നീ എഴുതി വെച്ചിരിക്കുന്ന നിയോഗങ്ങൾ എത്ര നിയോഗമുണ്ട്? 6 നിയോഗങ്ങളുണ്ട്. അതാണ് നിൻ്റെ കാനാൻ ദേശം.
നീ എത്ര നിയോഗം നീ എഴുതിയിട്ടുണ്ട്? 6. അതാണ് നിന്റെ കാനാൻ ദേശം. ആ കാനാൻ ദേശത്തെക്കുറിച്ച് കലേബ് പറഞ്ഞ പോലെ നീ പറയണം, ഈ 6 എൻ്റെ കർത്താവ് എനിക്ക് ഏൽപ്പിച്ചു തരും. ശ്രുതികട്ടെ. ഈ കോൺഫിഡൻസ് ഉണ്ടാവണം. കലേബിൻ്റെ കോൺഫിഡൻസ്, കലേബിൻ്റെ ആത്മവിശ്വാസം എന്താണ്? അവന്മാരെത്ര മലന്മാരായാലും എൻ്റെ കർത്താവ് സൈന്യങ്ങളുടെ കർത്താവാണ്. ഞാൻ 6 നിയോഗം എഴുതിയിട്ടുണ്ടെങ്കിൽ 6ന് 60 എൻ്റെ കർത്താവ് എനിക്ക് ചെയ്തു തരും. അതാണ് കലേബിൻ്റെ സമീപനം എന്ന് പറയുന്നത്. എന്താ കാര്യം? അവനെ നയിച്ച ചൈതന്യം വ്യത്യസ്തമായിരുന്നു. റീഡ് ഇറ്റ് ഔട്ട്. ശ്രുതികട്ടെ. സംഖ്യ 14:24 എന്തെന്നാൽ അവനെ നയിച്ച ചൈതന്യം വ്യത്യസ്തമായിരുന്നു. എന്താണ് അവനെ നയിച്ച ചൈതന്യം? ദൈവത്തിൻ്റെ പ്രസൻസ് എവിടെ ആരിലാണോ ഉള്ളത് അവനാണ് വ്യത്യസ്തൻ. കലേബിൽ ദൈവത്തിൻ്റെ ചൈതന്യമുണ്ട്. കാരണം ദൈവത്തിന് നയിച്ച ചൈതന്യം അത് വ്യത്യസ്തമാണ്. എന്താ കാര്യം? വിശ്വാസം വ്യത്യസ്തമാണ്, മറ്റുള്ളവരെ പോലെ അല്ല. ചില ആൾക്കാർ വിചാരിക്കും 4 എഴുതിയിട്ടുണ്ട്, 2 കിട്ടിയാൽ മതിയായിരുന്നു. ചില ആൾക്കാർ ഇങ്ങനെ എഴുതുന്നത്, വാദപ്പനിക്കാർ ചത്തിട്ട് എഴുന്നേറ്റ് വന്ന ആൾക്കാരെ പോലെ എഴുതിയേക്കും 4 എഴുതിയിട്ടുണ്ട്, 2 മാതാ തന്നാൽ മതിയായിരുന്നു. അപ്പോൾ അവർക്ക് വിശ്വാസമില്ല. മാതാവിൽ എഴുതിയപ്പം തന്നെ വിശ്വാസമില്ല. അപ്പോൾ കലേബിൻ്റെ മറ്റേ കക്ഷികളായിട്ട് വരും ഈ സംഭവം. നിങ്ങളൊരു കാര്യം ചെയ്യുക, അതായത് നിങ്ങൾക്കിത് ആവശ്യമാണ്, പക്ഷെ ഇത് കിട്ടിയാലും നീ നിത്യത കളയത്തില്ല. ഇപ്പം നിങ്ങൾക്ക് എന്താ സംഭവിക്കണമെന്ന് അറിയാമോ? നിങ്ങൾക്ക് ഇതിനേക്കാൾ ഇപ്പം തന്നെ ഈ രാജീവ് ശിവാനന്ദൻ്റെ സംഭവം എന്താണ്? ഈ ഉടമ്പടി കഴിഞ്ഞ പിറ്റേ ആഴ്ചയിൽ ഈ ജിഗ്മർ കോളേജിൽ ഒരു അമേരിക്കൻ ടീം വന്നു, മെഡിക്കൽ ടീം അമേരിക്കൻ മെഡിക്കൽ ടീം വന്നപ്പോൾ അവരെന്തിനാണ് വന്നത്? അവിടെ എന്ത് ഇൻസ്ട്രുമെൻ്റ് ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടി വന്നതാണ്. പക്ഷെ അവന് എൻ്റെ ഇടയ്ക്ക് ഈ രാജീവ് സദാനന്ദൻ്റെ മകൻ അവിടെ പഠിക്കുന്നുണ്ട്. അവനുമായിട്ട് എൻ്റെ ഇൻട്രാക്ഷൻ എന്തോ സംസാരിക്കാൻ ഇടയായപ്പോൾ അമേരിക്കൻ മെഡിക്കൽ ടീമിൻ്റെ ഹെഡ് ഇവനോട് ചോദിച്ചേ, അവിടെ അടുത്ത പ്രിൻസിപ്പലിനോട് ചോദിച്ചേ, ആ പയ്യൻസ് ഇവിടുത്തെ സ്റ്റുഡൻ്റാണോ അതോ ഇവിടുത്തെ സ്റ്റാഫാണെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു അവൻ 3rd ഇയർ സ്റ്റുഡൻ്റാണെന്ന് പറഞ്ഞു. 3rd ഇയർ സ്റ്റുഡൻ്റാണെന്ന് പറഞ്ഞു. 3 കൊല്ലം പഠിക്കാൻ തുടങ്ങിയിട്ടുള്ളെന്ന് പറഞ്ഞു. പക്ഷെ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഈ രാജീവ് ശിവാനന്ദൻ്റെ മകന് ഒരു അമേരിക്കൻ കോൾ വന്നു, ഞങ്ങളുടെ ഇന്ത്യയിലെ ഹെഡ് നിന്നെ വിളിക്കും കുറച്ച് കഴിയുമ്പോൾ. ഉടനെ കുറച്ച് കഴിഞ്ഞപ്പോൾ വിളിച്ചിട്ട് ഉടനെ അധികം ചോദിച്ചില്ല, ഒരു സ്യൂം ഇൻ്റർവ്യൂ നടത്തി ഒരു ചോദ്യം ചോദിച്ചുള്ളൂ, നീ ഈ കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നീ ലോൺ ലീവ് എടുക്കാൻ പോകുന്നോ അത് ഞങ്ങളുടെ കമ്പനി ചേർന്നെന്ന് ചോദിച്ചു. അപ്പോൾ അവൻ പറഞ്ഞു ഞങ്ങൾ കമ്പനി ചേർന്ന ആളെ പറഞ്ഞു. അമേരിക്കൻ കമ്പനിയിലാണെന്ന് ഓർത്തിറങ്ങാം. ഒരു ക്യാമ്പസ് ഇൻ്റർവ്യൂ മെഡിക്കൽ ഫീൽഡിൽ നമുക്കറിയാം, ബിടെക്കുകാർക്ക് മാത്രമേ, എൻജിനീയേഴ്സിനൊക്കെ മാത്രമേ ക്യാമ്പസ് ഇൻ്റർവ്യൂ ഉള്ളൂ, മെഡിക്കൽ ഫീൽഡിലില്ല. ഒരു മെഡിക്കൽ ഫീൽഡിൽ ക്യാമ്പസ് ഇൻ്റർവ്യൂ അസാധ്യമാണ്. അതിൻ്റെ മെറിറ്റിലുള്ളതല്ല. പക്ഷേ ഉടമ്പെടുക്കുമ്പോൾ എന്താണ് ഡിഫറെൻറ്റ്, വി വിൽ ബി എ ഡിഫറെൻറ്റ് പീപ്പിൾ. അങ്ങ് ഞങ്ങളിവിടെ വരികയാണെങ്കിൽ ഞങ്ങൾ ഭൂമുഖത്തുള്ള മനുഷ്യരെക്കാൾ ഉപരി ഞങ്ങൾ വ്യത്യസ്തരായിരിക്കും. കണ്ടോ, അതൊക്കെ അവരെ കൊണ്ട് അവർ പോയി. എന്ത് സംഭവം, അവൻ ഇന്ന് അമേരിക്കയിൽ വലിയ ഇതിനേക്കാൾ അവൻ്റെ ഇത് പൂർത്തിയാക്കിയിട്ട് അവൻ അമേരിക്കൻ കമ്പനിയിൽ ഇപ്പം തന്നെ അവന് ജോലിയായി. കാര്യം എന്താ, ഒരു ടെൻഷനുമില്ല. അതായത് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. ഞാൻ എപ്പോഴും നിങ്ങളോട് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകത്തില്ല. അതായത് ആ സാക്ഷ്യം വീണ്ടും നിങ്ങൾ കേൾക്കണം. രാജീവ് ശിവാനന്ദൻ്റെ സാക്ഷ്യം വീണ്ടും നിങ്ങൾ കേൾക്കണം.
എന്നിട്ട് എങ്ങനെയാണ് ദൈവത്തിൽ ആശ്രയിക്കുന്നത്, ദൈവിക കാര്യങ്ങൾ എങ്ങനെയാണ് പറയേണ്ടത്, സാക്ഷ്യം എങ്ങനെയാണ് പറയേണ്ടത്, ദൈവത്തെ എങ്ങനെയാണ് ദൈവമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത്, എല്ലാം ആ സാക്ഷ്യത്തിലുണ്ട്. അവരത് കഴിഞ്ഞിട്ട് ഈ മനുഷ്യൻ ഇവിടെ നിന്ന് കുറച്ച് പ്രാർത്ഥന പ്രാർത്ഥിക്കും. ആര് പറഞ്ഞു കൊടുത്തിട്ടാണ്? ഏതച്ഛനെ കണ്ടിട്ടാണ്, ഏത് മെത്താനെ കണ്ടിട്ടാണ്? തന്നെത്താൻ ദൈവത്തെ കണ്ട് പ്രാർത്ഥിക്കുന്ന മനുഷ്യരെ. എന്നിട്ട് ഉടമ്പടി എടുത്ത് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കും, അയാളെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അങ്ങനെ എത്രയോ മനുഷ്യർക്ക് വേണ്ടി ആ മനുഷ്യൻ പ്രാർത്ഥിക്കാൻ വിടുന്നുണ്ട് ആ സാക്ഷ്യത്തിന് കൂടെ. അതായത് എല്ലാവരും ദൈവത്തെ അറിയണം, എല്ലാവരും ദൈവസ്നേഹത്തിൻ്റെ പരിധിയിലാകണമെന്നൊക്കെ പറഞ്ഞ് ആന്തരികമായി അഭിഷേകം കിട്ടിയ ഒരു മനുഷ്യൻ്റെ സാക്ഷ്യങ്ങളാണ്. പ്രാർത്ഥിക്കുക, കർത്താവായ ദൈവമേ, അങ്ങേ സ്നേഹിക്കാൻ ഉടമ്പടിയിലൂടെ ആന്തരിക അഭിഷേകം പ്രാപിക്കാൻ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. ഉടനടി ഉടനടി പ്രാർത്ഥനയിൽ ഉടനടി പരിഹാരമേകും അവൻ പറയുന്നതും ചെയ്തിടുകിൽ ജീവിതം തീർന്നിടും. അവൻ പറയുന്നതും ചെയ്തിടുകിൽ ജീവിതം ധന്യമായി തീർന്നിടും. എല്ലാവരും മുട്ടേന്നിക്കുക. ജീവിത ദുരിതങ്ങൾക്ക് അതുപോലെ തന്നെ ദൈവിക ശാസ്ത്ര പ്രാർത്ഥന ഈ ധ്യാനത്തിൻ്റെ ഇടയ്ക്കുണ്ടായിരുന്നു. ഇപ്പോഴതുകൊണ്ട് മൗനമായിട്ട് വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയമാണ്. വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടി മൗനമായി പ്രാർത്ഥിക്കുന്ന സമയമാണ്. ഓൺലൈനിലുള്ളവരും തീർത്ഥാടനത്തിൽ ഇവിടെയുള്ളവരും. പുതിയ വർഷം തന്നതിന് നന്ദി പറയണം. ഒരു വർഷം മുഴുവൻ നമ്മൾ ജീവിച്ച് വിശ്വാസത്തിൽ വളർത്തി നമ്മൾ ഇവിടം വരെ എത്തിച്ചു. ഇന്ന് തീർത്ഥാടനത്തിലിരിക്കുന്നവരെ ഈ വർഷത്തിൻ്റെ ലാസ്റ്റ് ഡേയിലിരിക്കുകയാണ്. അത് കർത്താവിൻ്റെ ദർശനം ഇരിക്കാൻ കഴിഞ്ഞത് വലിയൊരു ഭാഗ്യമാണ്. കൈ അടിച്ച് ശ്രദ്ധിക്കട്ടെ. വരാൻ പോകുന്ന പുതിയ വർഷത്തെ കർത്താവിന്റെ അൾത്താറിൽ നിന്ന് സ്വീകരിക്കാൻ കഴിയുന്നതും വലിയ കാര്യമാണ്. ശ്രദ്ധിക്കട്ടെ, കൈയടിച്ച് ശ്രദ്ധിക്കട്ടെ. മൗനമായ വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. കഴിഞ്ഞ കാലങ്ങൾക്ക് നന്ദി പറയുക. മുട്ട നിൽക്കുക. സമാപന ആശീർവാദം. ഒരിക്കൽ കൂടി മരിയൻ ഉടമ്പടിയിൽ സമർപ്പിച്ചിരിക്കുന്ന
എല്ലാ വിഷയങ്ങളും ദൈവമാതാവിൻ്റെ മധ്യസ്ഥയിൽ ദിവികാരുണ്യ സന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. അങ്ങയുടെ സാന്നിധ്യം ഞങ്ങളുടെ കൂടെ എന്നും ഉണ്ടായി ഭൂമിയിൽ വ്യത്യസ്തരായി ഈശോയെ അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തി ജീവിക്കുവാൻ ഈ ആരാധനയിലൂടെ ഞങ്ങളെ ഓരോരുത്തരെയും വ്യക്തിപരമായി അഭിഷേകം ചെയ്യണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ശിരസ് നമിച്ച് നമുക്ക് ദിവ്യകാരുണ്യനാഥൻ്റെ ആശീർവാദം സ്വീകരിക്കാം. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേയ്ക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേയ്ക്കാരാധന. ആവേ 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 മരിയ, ആവേ 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 മരിയ.